കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ നോയമ്പിൽ ദൈവത്തോട് കൂടുതൽ ചേർക്കപ്പെടുന്ന ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവായ യേശു മിശിഹ നമ്മുടെ ജീവിതത്തെ ഇന്നും അനുഗ്രഹത്തിൽ മാത്രം ചേർത്ത് നിൽക്കുന്നു. നമ്മൾ തകർന്നു പോയാലും നമ്മൾ അകന്നു പോയാലും ദൈവം നമ്മളെ വീണ്ടെടുക്കുകയും വീണ്ടും നമ്മളെ സ്നേഹത്തിൽ ചേർക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ സുവിശേഷ ഭാഗം ഏറ്റവും അധികം നമ്മുടെ ഓർമ്മയിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു കാര്യം, 5 അപ്പം 5000 പേർക്ക് നൽകുന്ന ഒരു ദൃശ്യമാണ്, ഒരു രംഗമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ 3 കാര്യങ്ങളാണ് നമ്മുടെ കൺമുമ്പിൽ കൂടെ പോകേണ്ടത്. ആദ്യത്തെ കാര്യം ഇത് തന്നെയാണ്. യേശു ഇത് കേട്ടു അവിടെ നിന്ന് പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ചൊരു വിജന സ്ഥലത്ത് പോയി. ഇതറിഞ്ഞ് ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവനെ പിന്തുടർന്നു. അതായത് യേശു ഒരു സ്ഥലത്തിന് പോകുമ്പോൾ ഈ ജനം നടന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നടന്ന് തേടി പോകുന്ന ഒരു ജനക്കൂട്ടത്തെ അവിടെ കാണുന്നത്. അപ്പോൾ ഈ ജനക്കൂട്ടം നടന്ന് തേടി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാസ്തവം ഇത് തന്നെയാണ്. ഈ ജനക്കൂട്ടത്തെ ദൈവമായ കർത്താവ് അത്രയധികം സ്നേഹിച്ചപ്പോൾ ജനക്കൂട്ടം വീണ്ടും ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങി. അപ്പോൾ എൻ്റെ എല്ലാം ആധ്യാത്മികമായ ജീവിതത്തിൽ, നമ്മുടെ എല്ലാം ആധ്യാത്മികമായ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവായ യേശു മിശിഹായെ സ്നേഹിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി കർത്താവിന് നമ്മൾ തേടി ഇറങ്ങിച്ചെല്ലണം. തേടി ഇറങ്ങിച്ചെല്ലിയാൽ മാത്രമേ കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ കടന്നു വരും. അപ്പോൾ കർത്താവായ യേശു മിശിഹായെ തേടി ഇറങ്ങിച്ചെന്നാൽ മാത്രമേ കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ കടന്നു വരും. രണ്ടാമത്തെ കാര്യം, യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോഴും അല്ലെ ദൈവവിശ്വാസികളെ പഠിപ്പിച്ചപ്പോൾ എല്ലാവരും കർത്താവിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ശിഷ്യന്മാരിൽ ഒരുവൻ വന്നു കർത്താവിനോട് അപേക്ഷിക്കുന്നു, കർത്താവേ, സമയം ഇത്രയുമായി, അവർക്ക് ഭക്ഷണം കഴിക്കാൻ അവരെ പറഞ്ഞു വിടുക. അപ്പോൾ ദൈവവചനം കേട്ടോണ്ടിരിക്കുന്ന വ്യക്തികളിൽ അത് അനുഗ്രഹമാക്കി മാറ്റിയപ്പോൾ ദൈവവചനത്തോട് ഒരു വിശ്വാസമില്ലാതെ, ദൈവവചനത്തിൽ വലിയ താല്പര്യവും പ്രാധാന്യം നൽകാത്ത വ്യക്തിക്ക് ഇത് ബോറിനായി തോന്നി, ഇതൊരു സമാധാനക്കേടായി തോന്നി. നമ്മൾ ദേവാലയത്തിൽ പോകുമ്പോൾ ദൈവവചനത്തോട് നമുക്കൊരു വിശ്വസ്തതയും സ്നേഹം തോന്നിയാൽ മാത്രമേ പ്രസംഗ സമയത്ത് നമ്മളത് കേൾക്കുകയും അത് അച്ഛൻ എന്താണ് പറഞ്ഞത് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കും. അല്ലാത്തവർക്ക് ഇതിലൂടെ ഒരു താല്പര്യമില്ലെങ്കിൽ അവർ ഉറങ്ങുകയും കൊച്ചുപിള്ളേരുണ്ടെങ്കിൽ അവരെ എടുത്ത് പുറത്ത് നടക്കാൻ പോകും. പക്ഷേ ദൈവവചനത്തിലുള്ള ദാഹമെന്നാണ്. അപ്പോൾ കർത്താവ് ഇവിടെ പറയുന്ന ഒരു വാക്യമുണ്ട്, ഇവരെ ഞാൻ പറഞ്ഞു വിടുന്നില്ല, ശിഷ്യന്മാർ തന്നെ പോയി അവർക്ക് ഭക്ഷണം ക്രമീകരിക്കാമെന്ന് പറഞ്ഞത്. അപ്പോഴാണ് 5 അപ്പവും 2 മത്സ്യം വെച്ചു കർത്താവായ യേശു മിശിഹ വീണ്ടും ഒരു അത്ഭുതം കാണിച്ചു ജനത്തെ തൃപ്തിപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, നമ്മളുടെ കൈകളിൽ എന്തൊക്കെ ഉണ്ടോ ഇല്ലേ എന്നല്ല, ഉള്ളത് വെച്ച് തൃപ്തിയാകാനാണ് കർത്താവായ യേശു മിശിഹയോട് ഓർമ്മപ്പെടുത്തുന്നത്. ഒരുപാടൊന്നും നമുക്ക് വേണ്ട. നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിന് വേണ്ടി എന്തുണ്ടോ അത് തന്നെ നേടിയെടുക്കുക, അതിൽ തന്നെ സന്തോഷം കണ്ടെത്തുക, അതുവഴി മുമ്പോട്ട് പോവുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവനാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം ധാരാളമായി നമ്മളെ അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഈശോയോട് ചേർന്ന് നിൽക്കുക. ആദ്യമായി ഈശോയുടെ വചനത്തോടുള്ള ദാഹമാകണം, ഈശോയെ അന്വേഷിച്ച് നടക്കണം. മൂന്നാമത് ഉള്ളത് വെച്ച് നമുക്ക് തൃപ്തിപ്പെടണം. ഈ നോയമ്പ് കാലത്ത് ദൈവം തന്ന എല്ലാ കൃപകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നോയമ്പ് അനുഗ്രഹത്തെ നോയമ്പാക്കി തീർക്കാൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.